ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നൊരു ഷോർട്ട് റൈഡിനുള്ള പ്ലാനാണ്. ജസ്റ്റ് നമ്മുടെ മലയിഞ്ചി വരെ. അപ്പോൾ എൻ്റെ CBR സർവീസ് നടത്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡുബിനാറിനാണ് പോണേ. അപ്പോൾ അവന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റൈഡിൽ കാണാം. അപ്പോൾ അത് അവൻ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ JF തൊടുപുഴ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് റൈഡിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥലം തന്നെ മലയിഞ്ചിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫ്യൂല് ഫില്ല് ചെയ്യണം, തൊടുപുഴ എത്തണം, JFനെ മീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ JF ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിനി റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ തന്നെ പ്ലേസ് എന്ന് പറഞ്ഞാൽ മലയിഞ്ചിയാണ്. അതൊരു ജസ്റ്റ് ഒരു നമ്മുടെ ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒരു ഫോറസ്റ്റാണ്, അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റാണ്. ആന മൃഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ ഇത്ര അടുത്തുള്ള സ്ഥലമാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോണേ. പിന്നെ ഇത് നല്ല ട്രാഫിക് ഉണ്ട്. നല്ല ഇപ്പോൾ ഒരു സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ഞങ്ങളൊരു ഈവനിങ് ഞങ്ങളൊരു ചെറിയ മഴയൊക്കെ പിടിച്ച് പോകുന്നതാണ് ഓർത്ത്. പക്ഷേ മഴയൊന്നുമില്ല, നല്ല വെയിൽ ക്ലൈമറ്റാണ്. ബാക്കി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എപ്പോഴാണെങ്കിലും ക്ലൈമറ്റ് പെട്ടെന്ന് മാറുന്നൊരു സ്ഥലമാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കി നമുക്ക് മലയിഞ്ചി ചെന്നിട്ട് കാണാം, ഫോട്ടോ വഴിക്കെല്ലാം കാണാം. ഏകദേശം മലയിഞ്ചി എത്താറായിട്ടുണ്ട്. 2-3 കിലോമീറ്റേഴ്സ് ഉള്ളൂ മലയിഞ്ചിയിലേക്ക്. അപ്പം ഇപ്പോൾ നമുക്ക് ചെറിയ കാട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി മലയിഞ്ചി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മലയിഞ്ചി ചെക്ക് പോസ്റ്റ് ചെന്നിട്ട് 2 ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ബാക്കി പിന്നെ നമ്മളങ്ങോട്ട് പോവായിരിക്കും. വേറെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഒരു ഒരു സ്പോട്ടാണ് മലയിഞ്ചി എന്ന് പറഞ്ഞാൽ. ഭയങ്കര ശാന്തമായി നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് കാടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആസ്വദിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് സമാധാനമായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് മലയിഞ്ചി. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. മലയിഞ്ചി ചെക്ക് പോസ്റ്റാണിത്. ഇതിൻ്റെ അകത്തേക്ക് നല്ല രസവും പച്ചപ്പും എല്ലാം നിറഞ്ഞൊരു യാത്രയായിരിക്കും. അപ്പം നമ്മുടെ കൂടെയുള്ള ജോൺ ഫെർണിക്ക എൻ്റെ കൂടെ പഠിക്കണേ. എനിക്ക് കോളേജിൽ നിന്ന് ഇട്ടൊരു കമ്പനിയാണ് ജോൺ ഫെർണിക്ക എന്ന് പറഞ്ഞാൽ. എൻ്റെ ചേട്ടൻ്റെ ചെറുപ്പം തൊട്ടുള്ള കമ്പനിയാണ്. ആളെൻ്റെയും കമ്പനിയാണ്. അപ്പോൾ ആളുടെ കയ്യിലുള്ള ഡുക്കാട്ടി സ്ലെഡാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിന് കുറച്ച് ട്രയൽസൊക്കെ അടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വഴിയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി മെയിനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി ഇറക്കാനുള്ളൊരു പ്ലാനിലാണ്. പോയി നോക്കണ്ട്. അപ്പം നമ്മളിത് ഷെഡ് ഇറക്കാനുള്ള പരിപാടിയിലാണ്. ഇറക്കാൻ പോവാണ്. പോകുന്നുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. മാസ്കൊന്നുമില്ല, സ്ലെഡാണ് വണ്ടി. ഇത് സ്പോട്ട് തന്നെ മലയിഞ്ചിയാണ്. ഓക്കെ, മലയിഞ്ചി നമ്മുടെ ടൗണിൽ നിന്ന് റൈറ്റ് എടുത്ത് ഫോറസ്റ്റ് വഴി കയറി വന്നൊരു സ്പോട്ടാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മളെ ബൈക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രെയിമാണിത്. ഒരു ആറൊക്കെ ഉണ്ട്. നീ എങ്ങനെയാണ് അങ്ങോട്ട് കിടന്നേ? നമ്മുടെ സ്ലെഡ് അവിടെ ഇരിക്കണ്ട്. നല്ല ഫ്രെയിം അല്ലേ? ഈ ലുക്കാണ് വണ്ടി.
അങ്ങോട്ട് സേഫ് ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വേറെ അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല. അപ്പുറം റബ്ബർ തോട്ടം. പക്ഷേ ഇതൊരു നൈസ് ആംബിയൻസ് ഉള്ള ഒരു ഹിഡൻ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. മലയിഞ്ചിയാണ് സ്ഥലം തന്നെ. സേഫ് അവിടെ ഒക്കെ ഉണ്ട്. അതായത് അപ്പോൾ ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ്. ഇതേ പാലം കണ്ടോ, ആ പാലത്തിൽ കൂടെ കയറ്റു എന്നാണ് പറയണേ. നോക്കാം. ആ ഒരു ഇതുണ്ട്, ചെറിയൊരു തുരുത്ത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കയറ്റമില്ലത് കണ്ടറിയാം. സ്ലെഡാണ്. എന്നാറ്റി വണ്ടി ഒന്ന് നേരെ നോക്കണം. ഡേഞ്ചറാണ്, എന്നാലും വീശിയില്ലെന്നാണ് പറയണേ. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ശരിയാ ഇങ്ങനൊന്നുമില്ല. ആദ്യം തന്നെ കേട്ടോ. പോട്ടെ. ഹാരോ ബ്രിഡ്ജ്. ബ്രിഡ്ജിന് കമ്പിപ്പാറ 3 പോസ്റ്റൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ്. പോട്ടെ പോട്ടെ പോട്ടെ. ബൈക്ക് കുറച്ചുകൂടെ കുത്തിക്കോ, കുഴപ്പമില്ല. സ്ലെഡ് ഒരു ഓഫ് റോഡ് പറ്റിയൊരു പക്കൊരു സാധനമാണ്. ഓക്കെ, കല്ല് കിടക്ക് നോക്കി. ഒരു ഹായ് പറഞ്ഞേ. യെസ്, അപ്പം എന്നാൽ നമ്മൾ ടാസ്ക് കഴിഞ്ഞത് എത്തി. നമ്മളെ ഫോട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി തിരിച്ച് റോട്ടിലേക്ക് കയറാനാണ്. ഇത് വളരെ സമാധാനം ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ വേസ്റ്റ് സാധനങ്ങളൊന്നുമില്ല. ആൾക്കാർ വന്ന് വേസ്റ്റ് സാധനങ്ങളൊന്നും ഇട്ട് ഈ സ്ഥലം നശിപ്പിക്കില്ല. വളരെ സമാധാനം, വളരെ അടിപൊളിയായിട്ട് വന്നിരിക്കാനൊക്കെ പറ്റും. ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. ഓവർ ക്രൗഡഡ് അല്ല, വളരെ സമാധാനമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അതേ നമ്മുടെ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ. ഒരു കട തപ്പണം. നന്നായി ദാഹിക്കുന്നുണ്ട്. മഴയൊന്നും ഇല്ല, നല്ല ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കട കിട്ടി. 3 സോഡ നാരങ്ങളും ബോളിയും പറഞ്ഞു. ബോളിയൊക്കെ നല്ല അടിപൊളി ബോളി, നല്ല ചൂടായിട്ടാണ് അത് അവിടെ അങ്ങനെ വെച്ചോണ്ടിരിക്കണേ. അപ്പം ഇനി കടയൊക്കെ നമ്മൾ ഒന്ന് റിഫ്രഷ് ആയി വീണ്ടും നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഏതോ ഒരു വഴിയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ഒരു പിടിയില്ല. ചുമ്മാ അകത്തേക്ക് പോകുന്നുണ്ട്. ഓഫ് റോഡാണ്. ഓഫ് റോഡൊന്നുമല്ല, ഭയങ്കര തെന്നിത്തെറിച്ച് കിടക്കുന്ന വഴിയാണ്. അരച്ച മണ്ണ് മഴ പെയ്തിട്ട് മണ്ണൊക്കെ ഇങ്ങനെ തെന്നിത്തെറിച്ച് കിടക്കുവാണ്. നല്ല അത്യാവശ്യം റിസ്ക് ഉള്ള റോഡാണ്. എന്താ അവിടെ ഉള്ളതെന്ന് ഒരു പിടിയില്ല. ചുമ്മാ അകത്തേക്ക് ഓടിക്കേണ്ട വണ്ടി. നമ്മള് വഴി കണ്ട 2 ചേട്ടന്മാരെടുത്ത് അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അവിടെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇത്ര കയറുന്നത് ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് കയറി വന്നാണ്. അപ്പൊ നമ്മള് വണ്ടി തിരിച്ചു. പിന്നെ നമുക്ക് റോഡിലേക്ക് തന്നെ പോവാം. അപ്പൊ ഇത് കുറച്ചൊരു 20-30% ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇത് നമുക്ക് തിരിച്ച് റോഡിൽ പോവാം. അപ്പം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ പിന്നെ ഉളുപ്പുണ്ണിന്ന് കുളമാവ്, അങ്ങനെയാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കണം. അപ്പം നമുക്ക് അടുത്ത സ്പോട്ട് ഇതാണ് ഉളുപ്പുണ്ണി. നല്ലൊരു താഴത്തേക്ക് ഒരു അടിപൊളി വ്യൂ ഒക്കെ ഇട്ടൊരു സ്ഥലമാണ് ഉളുപ്പുണ്ണി. കഴിഞ്ഞിട്ട് അപ്പം ഞാനിപ്പോൾ ഈ കയറി വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉളുപ്പുണ്ണി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പം റൈറ്റ് സൈഡിൽ മേളിലേക്കുള്ളൊരു വഴി ഉണ്ടാവും. ഒരു ഓഫ് റോഡൊക്കെയാണ്. അപ്പം ആ വഴിയാണ് ഈ കയറി വന്നെ. ചെറിയ മേളിൽ ചെന്നാൽ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളവിടെ കയറിയപ്പം 2 പേരുണ്ടായിരുന്നു. വേറെ 2 പേര് ബുള്ളറ്റൊക്കെ ആയിട്ടാണ് കയറിയത്. കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡാണത്. പിന്നെ കുറച്ച് റൈറ്റ് സൈഡ് അവിടുന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡ് കുറച്ച് താഴത്തേക്ക് ഓടിച്ചുകൊണ്ട് പോയി. അവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു കാണാനൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയി. അപ്പം ഇനി ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പം ഇനി നമ്മൾ താഴെ കുളമാവ് വഴിയിലേക്ക് ജോയിൻ ചെയ്യുവാണ്. അപ്പം ദേ നമ്മളവിടുന്ന് വണ്ടി എടുത്തു.
ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി ഉള്ളു കുളമാവ് മെയിൻ റോഡിലേക്ക് ചാടുക. ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ മെയിൻ റോഡിലേക്ക് കുളമാവ് വഴി മെയിൻ റോഡില്ലേ, ഇടുക്കി കുളമാവ് ടച്ച് ചെയ്യുവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുളമാവിലേക്ക് ഡാമിൻ്റെ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, ചായ പപ്പടോട, അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് വ്ളോഗ് അവിടെ അവസാനിപ്പിക്കാൻ, റൈഡ് ഇന്നത്തെ അവസാനിപ്പിക്കാൻ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുളമാവ്. ഞങ്ങളിപ്പം കുളമാവ് ഡാം വഴി ഇനി തിരിച്ച് വീട്ടിലേക്കാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇവിടുന്ന് നമ്മുടെ കുളമാവുള്ള ഷോപ്പിൽ നിന്ന് ഒരു ചായയും പപ്പടോട, ഇവിടുത്തെ പപ്പടോട മസ്റ്റ് ട്രൈ സാധനമാണ്, അടിപൊളി ഒരു സാധനമാണ് പപ്പടോട. പിന്നെ ഇത് വൈകിട്ട് ആവാറായി, പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ. കുറേ തവണ ഞാൻ കുളമാവ് ഡാം വന്നിട്ട് റൈഡായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടാൻ ആദ്യമായിട്ടാണ്, ഇങ്ങനത്തെ സ്കൈ ഇതെല്ലാം കിട്ടാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, ഇത്രേ ഉള്ളൂ. അപ്പം കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണേ, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണിത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. പത്ത് ഗായ്സ് ഒരു തെറ്റുണ്ട്. അപ്പം നമ്മൾ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലം അല്ലാതെ ഉപ്പൂന്നായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത റൈഡിൽ കാണാം. ബൈ ബൈ.